ഞാൻ റിട്ടയർഡ് SI രാമനുണ്ട്. കുട്ടികളെയും യുവാക്കളെയും കാർന്നു നിന്നുന്ന മാരക വിഷമാണ് ലഹരി. ലഹരി പ്രത്യേകിച്ചും രാസലഹരി. ലഹരിയും മാഫിയയെയും ഇല്ലായ്മ ചെയ്യാൻ സർക്കാരിനെയും അധികാരികളെയും നമുക്ക് പിന്തുണയ്ക്കാം. ഇനിയും വൈകിയാൽ ഒരു തലമുറ തന്നെ ഇല്ലാതാവും. നമുക്ക് അധികാരികളെയും സർക്കാരിനെയും ലഹരി മാഫിയക്കെതിരെ പിന്തുണയ്ക്കാം. നിങ്ങൾ തയ്യാറാണോ? ഞാൻ തയ്യാർ. ഞാൻ തയ്യാർ. ഞാൻ തയ്യാർ. ഞാൻ തയ്യാർ. ഹലോ, നമസ്കാരം. ഞാൻ അഞ്ജു വേമ്പാടി. ലഹരിക്കെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അച്ഛാ, ഞാൻ ഇറങ്ങിട്ടോ. മോനെ, കഞ്ഞി അടിച്ചിട്ട് പോടാ. എടാ, കഞ്ഞി അടി. അവൻ പോയി മാഷേ. ലക്ഷ്മി, നമ്മുടെ മോൻ എന്താ എങ്ങനെ? ദേഷ്യത്തിൽ ഒരു കുറവും ഇല്ലല്ലോ. ഞാൻ എങ്ങനെ അവനെ വളർത്തുക? അളിയോ, ആ ഇതാര് പിള്ളയോ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയോ? റിട്ടയർ ആയിട്ടും വീട്ടിലിരിക്കാൻ സമയമില്ല, പിന്നെ എങ്ങനെയാ ഇങ്ങോട്ട് വരാൻ സമയം? റിട്ടയർ ആയിട്ട് എന്ത് തിരക്കാ നിനക്ക്? ഞാനിപ്പോ സ്കൂളിലെ PT പ്രസിഡന്റ്. കുട്ടികളുടെ കാര്യം അറിഞ്ഞ തലേ കൈവച്ചു. അതെന്താ അങ്ങനെ? ഇത് നമ്മുടെ കാലമല്ല, ജനറേഷൻ മാറി. കുട്ടികളൊക്കെ ഇപ്പൊ ലഹരിയുടെ പുറകെയാണല്ലോ. അളിയ, എനിക്ക് പെട്ടെന്ന് സ്കൂളിലെത്തണം. എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. മോനെ, ഈ ലിസ്റ്റിലുള്ള സാധനം ഒന്ന് വാങ്ങിട്ട് വരുമോ? എനിക്കങ്ങോട്ട് പോവാൻ വയ്യ. അച്ഛൻ തന്നെ പോയാൽ മതി. ആ ചേട്ടാ, ഞാൻ പറഞ്ഞാ നീ കേക്കാതെ. ഞാൻ നിന്റെ അച്ഛനല്ലേടാ. അച്ഛൻ കോപ്പ് ഒന്ന് പോകുന്നല്ലോ ഇവിടുന്ന്. അളിയൻ എങ്ങോട്ടാ? ഞാൻ കടയിലേക്കാ. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിനൊക്കെ മോനെ പറഞ്ഞു വിട്ടാ പോരെ? അതൊന്നും പറയണ്ട. അവനോടൊന്നും പറയാൻ വയ്യ. ഞാൻ എന്ത് പറഞ്ഞാലും അവന് ദേഷ്യ. എന്താ അവന് പറ്റിയെന്നറിയില്ല. അന്ന് ഞാനൊരു കുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞില്ലേ? ആ കുട്ടി ലഹരിക്കടിമയായിരുന്നു. ഇത്
ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ലഹരി എത്തിച്ചു കൊടുക്കുന്നവരുടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയിരുന്നു. അത് അളിയന്റെ മോനും പണിക്കാരനുമായി നല്ല സാമ്യമുണ്ട്. നീ നീ എന്തായി പറയുന്നത്? അല്ലേ? ഇപ്പോഴാ ഞാൻ ഓർത്തത്. ഇനി ഞാനൊരു സംഭവം ഉണ്ടായി. അളിയൻ ഇപ്പൊ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. വേലായുധോ, എന്താ മോനെ? വേലായുധ, എനിക്കിപ്പോ ആ സാധനം വേണം. ഇപ്പൊ കയ്യിലില്ലല്ലോ. നീ എന്നെ പേടിപ്പിച്ചോണ്ടൊന്നും കാര്യമില്ല. കയ്യിൽ പൈസ വേണം, ഇനി സാധനം വേണമെങ്കിൽ. ആരെ കൊന്നിട്ടാണെങ്കിലും ശരി, പൈസ ഞാൻ തരും. സാധനം എന്താ? ഇതാണ് ലഹരി. നിന്റെ അമ്മയെ കൊന്ന പോലെ നിന്റെ അച്ഛനെ കൊല്ലാൻ പറ്റുമോ? എടാ മോനെ ബാബു, എന്തുറക്കാടാ നീ ഉറങ്ങുന്നത്? എണീക്കടാ. എന്താടാ ഇവിടെ നടക്കുന്നത്? നിങ്ങളെ കൊല്ലാനുള്ള പരിപാടിയാണ് അച്ഛാ. കൊല്ലടാ. അമ്മയില്ലാതെ ഞാൻ സ്നേഹിച്ചതിനും വളർത്തിയതിനും കൊല്ലടാ. മകനായ നിന്റെ കൈകൊണ്ട് തന്നെ ഈ എന്നെ കൊല്ലടാ. ഒരച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. കൊല്ലടാ, കൊല്ലടാ. കൊല്ലു. നിന്റെ ഒരു ബലം പിടിക്കല്. നടക്കടാ അങ്ങോട്ട്. ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. കുട്ടികളെ സ്നേഹിക്കണം, പക്ഷെ നീ സ്നേഹിച്ച പോലെ സ്നേഹിച്ചാൽ എന്റെ പെങ്ങളുടെ എപ്പിക്കുട്ടി ഇല്ലാതായതുപോലെ നീയും ഇല്ലാതെയാവും. എന്താ എന്താ നീ പറഞ്ഞ? ലഹരിക്കടിമപ്പെട്ട ഇവനും വേലായുധനും ചേർന്ന് കൊന്നതാ. വേലായുധൻ എല്ലാം എന്നോട് പറഞ്ഞു. എന്താണ് നീ ചെയ്തത്? മക്കള് ശ്രദ്ധിക്കണേ, നമ്മളെ കാർന്നു തിരുന്ന മാരകമായ വിഷമാണ്
ലഹരിക്കെതിരെ നമുക്ക് ഞാൻ തയ്യാർ.